ഹലോ, ഇന്നത്തെ റെസിപ്പി നമുക്കൊരു കേറ്ററിംഗ് അല്ലെങ്കിൽ പാർട്ടി സ്റ്റൈലിൽ എങ്ങനെ വീട്ടിൽ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. എങ്കിലേ നമുക്ക് ചില ഇടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കപ്പം ഫ്രൈഡ് റൈസ് വെക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. നിങ്ങൾക്ക് ബസ്മതി റൈസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ജീരകശാല റൈസ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അരി വേവിക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഊറ്റിയെടുക്കുന്നതായതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇച്ചിരി മുമ്പിട്ട് നിന്നെങ്കിലേ നമ്മുടെ റൈസിലേക്ക് ഉപ്പ് പിടിക്കത്തുള്ളൂ. കാരണം നമ്മളത് ഊറ്റിയെടുക്കുന്നതായതുകൊണ്ട് ഉപ്പ് ഏറെ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് പിടിക്കത്തില്ല. ഇപ്പോൾ ഞാനൊരു 2.25 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിനിയും റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഇല്ലേ, അതിലെ എല്ലാം കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട്. അത് മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹോൾ സ്പൈസസ് മൊത്തം ഇട്ട് കൊടുത്തതിൻ്റെ കാരണം ഇതെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നമ്മൾ അരിയിട്ട് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ റൈസിന് കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അരി വെന്തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നെയ്യോ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി ഊറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ല. കാരണം ഇത് കട്ടയായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അരികളെല്ലാം ഒന്നൊന്നായിട്ട് വിട്ട് കിടന്ന് വെന്തോളും. ഇനി നമുക്കിതൊരു 90% വേവിൽ ഊറ്റിയെടുക്കാം. ഫ്രൈഡ് റൈസിലേക്ക് ഇടാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 1.5 സവാള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ബ്ലാക്ക് കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒരു ഗോൾഡ് കളർ, ആ ഒരു പരുവത്തിലെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ അരി ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലെ അരി എടുക്കാവൂ. കാരണം നല്ല ഒരുപാട് ഞെക്ക് കൊള്ളത്തില്ല. ജസ്റ്റ് ഇതുണ്ട് ഈ ഒരു പരുവ്. ഇതാണ് ഒരു 90% ഇത് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മുടെ സവാളയെല്ലാം ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ഞാൻ മൂപ്പിച്ചെടുക്കാറുള്ളൂ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തൊരു പാത്രത്തിൽ വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കളർ മാറും. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇത് നിരത്തി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിൽ കിടക്കുന്നത് കളർ മാറാതെ താഴ്ഭാഗത്ത് കിടക്കുന്നത് മാത്രം കളർ ചേഞ്ച് ആവുകയും ചെയ്യും. ഇനി നമുക്ക് സവാള വാർത്ത എണ്ണയിൽ തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കിസ്മിസും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ക്യാരറ്റൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയുണ്ട്. അതിനുവേണ്ടി കുറച്ച് എണ്ണ എടുക്കുക. ഞാനിപ്പം ഉള്ളിയൊക്കെ വറുത്ത് കോരിയ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരൽപ്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് ചതച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞി പീസായിട്ട് അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഇത് വലിയ പീസാക്കരുത്. ഒന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് ബെറ്റർ. പക്ഷെ അതിങ്ങനെ കുഞ്ഞി പീസായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഫ്രൈഡ് റൈസിന്. അതിനുവേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ 5 ക്യാരറ്റ് ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ബീൻസാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനൊരു പച്ച കളറിന് വേണ്ടി ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. ബീൻസ് തന്നെ എടുക്കാൻ നോക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഒഴിക്കത്തില്ല. എണ്ണ മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ചെറിയ തീയിലോ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഇപ്പോൾ നന്നായിട്ട് ഇവിടെ വേവുകയും ചെയ്തു, വഴന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു ഉരുളിയോ എന്തെങ്കിലും ഒരു പാത്രം, നിങ്ങൾക്ക് ചോറ് അളവാണെന്ന് തോന്നുന്നൊരു പാത്രം എടുക്കുക. അതിലേക്ക് ആദ്യം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കവും കൂടില്ലേ, അതിൻ്റെ പകുതി നിരത്തി കൊടുക്കുക. ബീൻസാണ് എടുക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ഈ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തത്. നമുക്ക് പകുതി ഇപ്പം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ നമ്മൾ ക്യാരറ്റിൻ്റെ മിക്സും ചോറും ഇട്ട് കൊടുത്തു. ബാക്കി വന്നിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന റൈസും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അര മൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടി മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഞാൻ ആ പറഞ്ഞ കറക്റ്റ് അളവിലെടുക്കുമ്പോൾ നമുക്ക് സവാള പൊരിച്ചത് ഇങ്ങനെ കിട്ടും. നമ്മൾ ഈ അളവിൽ തന്നെ, ഈ കളറിൽ തന്നെ വറുത്തെടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആറിക്കഴിയുമ്പോൾ ഇത് ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ആയിപ്പോവും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. നമുക്കിനി ഇത് ഈ റൈസിൻ്റെയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കശുവണ്ടിയും കിസ്മിസും കൂടി മുകളിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 15 മിനിറ്റ് ഞാനിപ്പോൾ ഇത് ആവിയിൽ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചോറ് കണ്ടോ, ഒട്ടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് നല്ല ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയോ. നമ്മുടെ പാർട്ടി സ്റ്റൈൽ എന്ന് തന്നെ വേണമെങ്കിൽ തന്നെ ഈ ഫ്രൈഡ് റൈസിനെ നമുക്ക് വിളിക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. വേണ്ട, ഈ ഒരു കോംബോ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? നല്ല അടിപൊളി ഫ്രൈഡ് റൈസും നല്ല നാടൻ ചിക്കൻ കറിയും. ഈ ചിക്കൻ കറിയുടെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഒരു ലൈക്ക് കൂടെ തരണേ. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ താങ്ക് യു.